ബഹുമാന്യ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ച 9 വസിയത്തുകളിൽ 2 വസിയത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഔസാനി ബിൽ ഇഖ്ലാസ് ഫി സിർരി വൽ അലാനിയ, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നിഷ്കളങ്കമായിരിക്കണം. വൽ അദ്ലി ഫി റിളാ വൽ ഗദബ്, ഒരാളോട് ദേഷ്യമുണ്ടായാൽ പോലും അയാളോട് അനീതി കാണിക്കരുത്. നീതിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടിയാണ് ശേഷം പറയുന്നത്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു, വൽ ഖിസ്ത് ഫിൽ ഫഖ്രി വൽ ഗിനാ, ഐശ്വര്യകാലത്തും പട്ടിണിക്കാലത്തും നമുക്ക് സൗകര്യങ്ങളുടെ സമ്പന്നതയുടെ കാലമുണ്ടായാലും ദാരിദ്ര്യത്തിന്റെ പ്രയാസത്തിന്റെ വറുതിയുടെ കാലമുണ്ടായാലും എളിമയുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. പട്ടിണിക്കാലത്ത് കഴിവുകളൊന്നുമില്ലാത്തത് കൊണ്ട്, വാങ്ങാനും അനുഭവിക്കാനും സൗകര്യമില്ലാത്തത് കൊണ്ട് എളിമയുള്ള ജീവിതം, പ്രയാസത്തോടെയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ അല്പം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ, അല്പം സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ അതിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് നല്ലതല്ല. പ്രയാസകരമായ ഒരു ജീവിതം നയിച്ചു എന്നുള്ളത് കൊണ്ട്, പട്ടിണി കിടന്ന ഒരു ജീവിതം അക്കാലത്ത് നയിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട്, സാമ്പത്തിക സൗകര്യമുള്ളപ്പോൾ പട്ടിണി കിടക്കണമെന്നല്ല പറഞ്ഞത്. സാമ്പത്തിക സൗകര്യമുള്ളപ്പോൾ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ആഹരിച്ചും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കിയും, ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, പാർപ്പിടമാവട്ടെ, എന്തും ആ രീതിയിൽ സൗകര്യപ്പെടുത്തിയും ജീവിക്കാൻ പടച്ചവൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അതിനൊന്നും ധൂർത്ത് വന്നു പോവരുത്, അമിതവ്യയം വന്നു പോവരുത്. ഐശ്വര്യകാലത്തും പട്ടിണിക്കാലത്തും മിതമായ ജീവിതം, എളിമയുള്ള ജീവിതം നയിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, സൂറത്തുൽ അറാഫിലെ 31-ാമത്തെ ആയത്ത്. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, നിങ്ങൾ അമിതവ്യയം ചെയ്യരുത്, നിങ്ങൾ ധൂർത്തിന്റെ ആളുകളാവരുത്. അത്തരക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല. അമിതമായ രീതിയിൽ പണമാവട്ടെ, സൗകര്യങ്ങളാവട്ടെ, ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കുന്ന ആളുകളെ പടച്ചവൻ ഇഷ്ടപ്പെടുകയില്ല തന്നെ. മിതമായ രീതിയിലുള്ള ജീവിതമേ നിങ്ങൾ നയിക്കാവൂ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലും കാണാം, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതേ കാര്യം തന്നെ പടച്ചവൻ നിശേഷം അശേഷം അത്തരക്കാരെ ഇഷ്ടപ്പെടുകയില്ല തന്നെ. വിശുദ്ധ ഖുർആൻ പറയാണ്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഹേ ആദം സന്തതികളെ, ഹേ മനുഷ്യകുലമേ, എല്ലാ ആരാധനാ വേളയിലും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന അവസരങ്ങളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിച്ചോളൂ. നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം. നല്ല വസ്ത്രം വാങ്ങാൻ സൗകര്യമുണ്ടായിട്ട്, നല്ല രീതിയിൽ ജീവിക്കാൻ സൗകര്യമുണ്ടായിട്ട്, അതിനെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥയിൽ തന്നെ നിങ്ങൾ ജീവിക്കേണ്ട. നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങാൻ സൗകര്യമുണ്ടായിട്ട്, നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങാൻ സൗകര്യമുണ്ടായിട്ട് അത് ഉപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ
നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള നല്ല വസ്ത്രം തന്നെ നിങ്ങൾ ആരാധനാലയങ്ങളിൽ വരുമ്പോൾ ഉപയോഗിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ അള്ളാഹുവുമായി സംസാരിച്ച് സംഭാഷണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണ് നമസ്കാരവേള. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്ക് ഏതെങ്കിലും ചീഞ്ഞു നാറുന്നതോ അല്ലെങ്കിൽ മുഷിയുന്നതോ പ്രയാസപ്പെടുന്നതോ ആയ ജോലിക്ക് പോകുമ്പോൾ ഉറങ്ങുമ്പോൾ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളുമായിട്ടല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങളിൽ നല്ല വസ്ത്രം, നിങ്ങൾക്ക് ഉള്ളതിൽ നല്ല വസ്ത്രം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളിലേക്ക് വരണം. അവിടെ നിങ്ങൾ പിശുക്ക് കാണിക്കണമെന്നല്ല പറഞ്ഞത്. അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. യാ ബനി ആദം, ആദം സന്തതികളെ, നിങ്ങൾ ആരാധനാവേളയിൽ നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊള്ളുകയും നിങ്ങൾ കുരുവസ്ത്രപൂ നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക. ആദരിക്കണം, ഭക്ഷണം കഴിക്കണം, കുടിക്കണം. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ അത്യാവശ്യങ്ങളാണ്. അതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല. അവന്റെ ആരോഗ്യത്തിന് ഗുണകരമായ രീതിയിൽ ആഹരിക്കാൻ അവനോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിലാണ് അമിതമായി ഇഷ്ടമുള്ള മുന്നിൽ കാണുന്നതൊക്കെ വാരി വലിച്ചു തിന്നുക എന്നുള്ളതല്ല. അവന് പോഷണം നൽകുന്ന അവന്റെ ജീവിതത്തെ സുഖകരമാക്കുന്ന, അവനെ രോഗിയാക്കാത്ത രീതിയിലുള്ള ഹലാലും തയ്യുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് പറയാണ് വലാ തുസ്രിഫൂ, അമിതഭയം വേണ്ട കേട്ടോ. അധികം അങ്ങനെ തിന്ന് ശരീരത്തെ കേടാക്കേണ്ടതില്ല. അലങ്കാര വസ്ത്രം ധരിക്കുമ്പോൾ, നമുക്കുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ദുർഭയം പാടില്ല. നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിൽ ദുർഭയം പാടില്ല. നമ്മൾക്ക് ഉള്ള സൗകര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ ദുർഭയം പാടില്ല. നമ്മൾ വീടെടുക്കുമ്പോൾ, നമ്മൾ മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിലൊന്നും ദുർഭയം പാടില്ല. ആവശ്യമുള്ളത് വാഹനം മേടിക്കുമ്പോൾ ഒരു വാഹനമാവാം, പക്ഷേ അതിൽ വല്ലാത്ത മോടിയുള്ള വല്ലാത്ത സൗകര്യങ്ങളുള്ള ദുർഭയത്തിന്റെ, പ്രകടനത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, അഹങ്കാരത്തിന്റെ വാഹനങ്ങളോ വീടോ വസ്ത്രമോ ഭക്ഷണ സംവിധാനമോ ഉണ്ടാകരുത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. വലാ തുസ്രിഫു, അമിതവ്യം പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയം അല്ലാഹു ദുർഭയം ചെയ്യുന്നവരെ, ധൂർത്തന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു ധൂർത്തന്മാരെ, പൊങ്ങച്ചക്കാരെ, അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ജീവിതം ആളുകൾ കാണട്ടെ, അഹങ്കരിക്കുകയാണ്. എന്റെ വസ്ത്ര സംവിധാനം, എന്റെ വാഹനം, എന്റെ വീട്, എന്റെ വീട്ടിലെ ആർഭാടങ്ങൾ, എന്റെ മകളുടെ കല്യാണം, എന്റെ മകന്റെ കല്യാണം, ഇതൊക്കെ ആളുകളൊന്ന് കണ്ട് ഞെട്ടട്ടെ എന്ന ചിന്തയോടെ ആയിരിക്കരുത് വിശ്വാസി ജീവിക്കേണ്ടതെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അധിക സമയവും പട്ടിണിയായിരുന്നു. ചിലപ്പോ ഒരു കാരക്ക, ഇത്തിരി പാല്, ഇത്തിരി ബാർലി, ചെറിയൊരു റൊട്ടി, അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യൻ. സഹാബികളുടെ ജീവിതവും അങ്ങനെയായിരുന്നു. ഒരു ദിവസം പട്ടിണി കിടന്ന് പട്ടിണി സഹിക്ക വയ്യാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിൽ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി ഇങ്ങനെ സഹിക്ക വയ്യാതെ നടന്നു നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. സാമ്പത്തികമായി കുറച്ചൊക്കെ സൗകര്യമുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ അന്ന് വീട്ടിൽ പട്ടിണിയാണ്. പണമില്ലാഞ്ഞിട്ടല്ല, പണമൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു. അന്ന് വീട്ടിൽ പട്ടിണിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയിരിക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവരെങ്ങനെ നടന്നു പോകുമ്പോൾ അതാ ഉമർ റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങിയിരിക്കുന്നു. അവര് മൂവരും കൂടി ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു സഹാബിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്തെങ്കിലും ലഭിക്കുമല്ലോ. ഏറ്റവും വിശിഷ്ടരായ 3 അതിഥികൾ വീട്ടിൽ കയറി വന്നത് കണ്ട സ്വഹാബി ഉടനെ അവരെ പാല് കൊടുത്ത് സൽക്കരിച്ചു. ഒരാട്ടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്ത് അവരെ സൽക്കരിച്ചു. അവരുടെ വിശപ്പ് മാറി. വയറ് നിറയെ സംതൃപ്തിയോടെ അവർ ഭക്ഷണം കഴിച്ചു.
ഒരു അതിഥി പരിപൂർണ ഇഷ്ടത്തോടെയാണ് ഇത് നൽകിയത്, നീരസത്തോടെയല്ല, പരിപൂർണ ഇഷ്ടത്തോടെ. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിലും ശ്രേഷ്ഠരായ അതിഥികളെ ഇനി ലഭിക്കാനില്ല. പ്രവാചകനാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹുമാണ് മറ്റു രണ്ടുപേർ. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അവരെ സൽക്കരിച്ചു. അവർ വിശപ്പ് മാറ്റി തിരിച്ചു വരുമ്പോ പ്രവാചകൻ പറയുകയാണ്, ഉമർ, അബൂബക്കർ, അറിയണം, ഈ അനുഗ്രഹം നമ്മളിപ്പോ വിശപ്പടക്കിയില്ലേ, നമ്മൾ പട്ടിണി കിടന്നാണ് പുറത്തേക്ക് വന്നത്, ഒരിത്തിരി എന്തെങ്കിലും വെള്ളമോ ഭക്ഷണമോ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. അറിയണം, നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ്, നമ്മൾ സംതൃപ്തരായിരിക്കുകയാണ്, നമ്മുടെ വിശപ്പ് മാറിയിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തെ പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും. എന്താണ് ചോദിക്കുന്നത്? വിശന്നു പോയ മനുഷ്യൻ വിശപ്പടക്കി ഹലാലായ ഭക്ഷണം കഴിച്ചു, ഒരു അതിഥി സൽക്കരിച്ചത് സ്വീകരിച്ചു. അതിനപ്പുറം ഒരു കൃത്രിമവും അതിലില്ല, ഒരു അനീതിയും അതിലില്ല, ഒരു കള്ളത്തരവും ഒരു വഞ്ചനയും അതിലില്ല. എന്നിട്ട് പോലും ആ അനുഗ്രഹത്തെ പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും. ഇതാണ് വിശ്വാസിയുടെ ജീവിതം. ഇതാണ് വിശ്വാസിയുടെ ജീവിതം. നമ്മൾ കഴിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെയും പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും. പടച്ചവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്നറിയണം. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പണക്കാരനായിരുന്ന സുന്ദരനായ സഹാബി, ഒരുപാട് പണത്തിന്റെ ആ പ്രകടനം ഇങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന, പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരും മുമ്പ്. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നപ്പോ ആ പട്ടുവസ്ത്രത്തിന്റെ അലങ്കാരങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായപ്പോ അദ്ദേഹത്തിന്റെ ശരീരം മറക്കാൻ കഫം പുടവർക്ക് പോലും തുണി തികയാത്തൊരവസ്ഥ ഉണ്ടായി എന്നാ പറയുന്നത്. പറഞ്ഞു വരുന്നത്, സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ആശയം, ഈ ആദർശം ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ അവർ ദൂർത്തിന്റെ വഴി വിട്ടുകളഞ്ഞു. ഇസ്ലാം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്ന കാര്യം ഇതാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, സൂറത്തുൽ ഇസ്രായിൽ 26, 27 ആയത്തുകൾ, കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ വകവെച്ചു കൊടുക്കണം. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും, അതായത് അവർക്ക് സാമ്പത്തികമായി സക്കാത്താവട്ടെ സദഖയാവട്ടെ അവർക്ക് സൗകര്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. തുറന്നു പറയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ധനം ദുർവ്യയം ചെയ്ത് കളയരുത്. കുടുംബത്തിന് കൊടുക്കുന്നതായാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നതായാലും മക്കൾക്ക് കൊടുക്കുന്നതായാലും അതിനൊരു കൃത്യതയുണ്ടാവണം, സൂക്ഷ്മതയുണ്ടാവണം. വാരിക്കോരി കൊടുത്ത് അതങ്ങനെ ദൂർത്തിന്റെ വഴിയിലൂടെ പോകുന്നൊരവസ്ഥയാ ഉണ്ടാവരുത്. വലാ തുബദ്ദിർ തബ്ദീറാ, നീ ധനം ദുർവ്യയം ചെയ്ത് കളയരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാ. പിശാചുക്കളുടെ ഫ്രണ്ട്സാണവർ. ദുർവ്യയം ചെയ്യുന്നവർ, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കൂട്ടുകെട്ട് പിശാചുക്കളുമായിട്ടാണ്. പിശാചിന്റെ പ്രേരണ കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാ. അവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്. ആര്? ധൂർത്തന്മാർ. പിശാചാവട്ടെ അള്ളാഹുവിനോട് ഏറെ നന്ദി കെട്ടവനുമാണ്. അതുകൊണ്ട് പിശാചിന്റെ കൂട്ടുകാരായി നിങ്ങൾ ജീവിക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, അല്ലാഹു 3 കാര്യങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അല്ലാഹു വെറുക്കുന്നു. 3 കാര്യങ്ങളിൽ നിങ്ങളിൽ ഉണ്ടാവുന്നതിനെ അല്ലാഹു വെറുക്കുന്നു. എന്താണ് ആ 3 കാര്യങ്ങൾ? തീരവക്കാല, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ബടായി പറഞ്ഞുകൊണ്ടിരിക്കുക, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുക,
ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക, ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് പറയേണ്ട വിഷയത്തിനപ്പുറം പറഞ്ഞ് ഓവറാകുക. കത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നമ്മുടെ വാക്കിനായി വരുന്ന ഓരോ അക്ഷരം പോലും പടച്ചവൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് റിക്കാർഡാക്കപ്പെടുന്നുണ്ട് എന്ന് നാം അറിയണം. അപ്പൊ അനാവശ്യമായുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കണം. ധനം വെറുതെ പാഴാക്കി കളയരുത്. ഒരുപാട് ധനം തന്നു, സൗകര്യം തന്നു, സമ്പത്ത് തന്നു, അതിങ്ങനെ വെറുതെ അങ്ങ് പാഴാക്കി കളയുക, അത് വേണ്ട, അത് പാടില്ല. അനാവശ്യമായ ചോദ്യങ്ങൾ ആവശ്യത്തിൽ ചോദിക്കണം, സംശയം തീർക്കണം, എല്ലാം ക്ലിയർ ആകണം. പക്ഷേ അനാവശ്യമായ ചോദ്യങ്ങൾ വെറുതെ ചോദിച്ചു കൊണ്ടിരിക്കുക, എന്നിട്ട് ഉത്തരം മുട്ടിക്കാനുള്ള ശ്രമം, അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. മിതമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മിതവ്യയം ശീലിച്ചുകൊണ്ട് അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നവനാവണം വിശ്വാസി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുകയാണ്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അമിതവ്യയം നടത്തരുത്, പിശുക്ക് പിടിക്കുകയും ചെയ്യരുത്. അപ്പടി ചെലവ് ചെയ്യാതെ പിശുക്ക് കാണിക്കുകയും ചെയ്യരുത്, അമിതവ്യയം നടത്തുകയും ചെയ്യരുത്. അങ്ങനെ അതിനുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. ആര്? ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകൾ, റബ്ബിന്റെ അടിമകൾ. അവർ അത്തരത്തിലുള്ള ആളുകളാണ്. അവരുടെ സവിശേഷത, അവർ മിതവ്യയം ശീലിക്കും, പിശുക്കുമില്ല, അമിതവ്യവുമില്ല. അങ്ങനെ പിശുക്കില്ലാതെ, അമിതവ്യയമില്ലാതെ, ദൂർത്തില്ലാതെ ജീവിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള നിർദ്ദേശമാണ് മൂന്നാമതായി പ്രവാചകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഐശ്വര്യകാലത്തും പട്ടിണിക്കാലത്തും മിതമായ ജീവിതം, എളിമ ജീവിതം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. തുടർന്ന് പറയുകയാണ്, നമ്മ ഇങ്ങോട്ട് ദ്രോഹിച്ച, നമ്മ ഇങ്ങോട്ട് ഉപദ്രവിച്ച, നമ്മ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയ, ബുദ്ധിമുട്ടിച്ച ആളുകളോട് പോലും നല്ല രീതിയിൽ അവർക്ക് മാപ്പ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് ദ്രോഹിച്ച ആളാണ്, നമുക്ക് മനസ്സിലായ ആളോട് ദേഷ്യമാണ്, പകയാണ്. പക്ഷേ അവരോട് മാപ്പ് കൊടുക്കുക, അവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ സവിശേഷമാതയാണ്, സ്വഭാവമാണ്. അവിടത്തേക്ക് നിങ്ങൾ ഉയർന്നു വരണം. അവനോടുള്ള പക, അവനോടുള്ള വിദ്വേഷം ആ രീതിയിലായിരിക്കരുത് നാം ജീവിതം തുറന്നു കൊണ്ടുപോകേണ്ടത്. അങ്ങനെ പകയും വിദ്വേഷവുമായി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സംഘർഷഭരിതമാകും, ടെൻഷനാകും, ഒരു സ്വസ്ഥത കിട്ടൂല, ഉറക്കമുണ്ടാവൂല, ഭക്ഷണക്രമം പോലും തെറ്റും, ശരീരത്തെ അത് ബാധിക്കും, മനസ്സിനെ അത് ബാധിക്കും. അതൊന്നും വേണ്ട, വിട്ടുകൊടുക്കുക, ക്ഷമിച്ചു കളയുക. എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്ത് ശൂറയിലെ ആയത്താണിത്. ഒരു തിന്മക്കുള്ള പ്രതിഫലം അതേപോലെ ഒരു തിന്മയാണ്. എന്നാൽ ഒരു തിന്മക്കൊരു പ്രതിഫലം അതേപോലെയുള്ള തിന്മയാകും. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയും രഞ്ജിപ്പുണ്ടാക്കുകയുമാണെങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ബാധ്യതയാണ്. യുദ്ധരംഗത്ത് പോലും അല്ലെങ്കിൽ സംഘർഷഭരിതമായ രംഗത്ത് പോലും ഉള്ള സമീപനത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പോലും മാപ്പ് നൽകാൻ നിങ്ങൾ തയ്യാറായാൽ ആ മാപ്പ് നൽകുന്നവന് പ്രതിഫലം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, തീർച്ചയായും അവൻ അക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് പ്രതിയോഗികളുണ്ട്.
നിങ്ങളുടെ മക്കളിലും പ്രതിയോഗികളുണ്ട്. എന്നാലോ നിങ്ങളുടെ അതിനാൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഅ്ദുറൂഹും എന്നിട്ട് പറയാണ് വഇൻ തഅഫൂ നിങ്ങൾ അവർക്ക് മാപ്പ് നൽകണം, വതസ്ഫഹൂ അവരോട് വിട്ടുവീഴ്ച കാണിക്കണം, വതഗ്ഫിറൂ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയുള്ള പ്രശ്നങ്ങൾ. മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യ, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘർഷഭരിതമാണ് വീട്ടിൽ ജീവിതം. പരമാവധി വിട്ടുവീഴ്ചയായിരിക്കണം നമ്മിൽ ഉണ്ടാവേണ്ടത്. വിശ്വാസം ഹൃദയത്തിൽ കയറി കൂടിയ ആളുകളിൽ ഉണ്ടാവേണ്ടത്. പ്രശ്നങ്ങളെ പിന്നെയും പിന്നെയും പർവ്വതീകരിക്കുക എന്നുള്ളതായിരിക്കരുത് വിശ്വാസിയിൽ നിന്നും ഉണ്ടാവേണ്ടത്. ക്ഷമിക്കുക. ഇത്തരം പ്രതിയോഗികൾ, ഇത്തരം ശത്രുക്കളൊക്കെ ഉണ്ടായാൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർ നമ്മോട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, നമ്മെ പ്രയാസപ്പെടുന്ന രീതിയിൽ സ്വഭാവം കാണിച്ചാൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാ. അള്ളാഹു നമ്മോട് പുറത്തു തരണ്ടേ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ പടച്ചവൻ പുറത്തു തരണ്ടേ? അതിനുള്ള ഉപാധി കൂടിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക, നമ്മൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുക. എങ്കിൽ പടച്ചവൻ നമ്മോട് പൊറുക്കും, പടച്ചവൻ നമുക്ക് മാപ്പ് നൽകും, പടച്ചവൻ നമ്മോട് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പടച്ചവൻ പ്രഖ്യാപിക്കുകയാണ്, പടച്ചവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക പത്നി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു അപവാദം പ്രചരിപ്പിക്കപ്പെട്ട ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ അപവാദം പ്രചരിപ്പിച്ചതിൽ ഒരു വ്യക്തി ആരാണ്? ഒരു സ്വഹാബിയാണ്, മിസ്തഹ് ബിൻ ഉസ്വാസ. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവായിരുന്നു. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതനുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു വ്യാജ വാർത്തയിൽ കുടുങ്ങി ഇദ്ദേഹവും അത് പ്രചരിപ്പിക്കേണ്ടി വന്നു, പ്രചരിപ്പിച്ചു പോയി. അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ മകളെ കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ചു കളയും. സ്വാഭാവികമാണ്. അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളും ഒക്കെ അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ച് കളയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് താൻ സംരക്ഷിക്കുന്ന ഈ മനുഷ്യൻ, ഈ സ്വഹാബി അപവാദം പ്രചരിപ്പിച്ചു എന്നറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഇനിമേൽ മിസ്തഹിന് ഞാനൊരു സഹായവും ചെയ്യുന്നതല്ല. ഇറങ്ങുകയാണ് വിശുദ്ധ ഖുർആൻ. പടച്ചവൻ വചനമിറക്കുകയാണ്. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله. നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ, കുടുംബബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്നവർക്കും ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുതേ. അതിൽപ്പെട്ട ആളാണ് ഈ മിസ്തഹ്. ഹിജറ പോയ ആളാണ് മിസ്തഹ്. അതുകൊണ്ട് തന്നെ തന്റെ മകളെ കുറിച്ച് മോശപ്പെട്ട അപവാദ പ്രചാരകനായി പോയതിന്റെ പേരിൽ അയാൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെട്ടിമുറിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ തിരുത്തുകയാണ്. അള്ളാഹു തിരുത്തുകയാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു വന്നവർക്കും കുടുംബ ബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അവർക്ക് ഒന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുതേ. അവരോട് നിങ്ങൾ മാപ്പ് നൽകുകയും അവർക്ക് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യണം. സ്വന്തം മോളെ കുറിച്ച് വൃത്തികെട്ട അപവാദം പ്രചരിപ്പിച്ച ആളോട് മാപ്പ് നൽകണം അവർക്ക് എന്നാ പറയുന്നത് ഖുർആൻ. വിട്ടുവീഴ്ച കാണിക്കണം. അലാ യുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നമുക്ക് പടച്ചവൻ നമ്മോട് പൊറുക്കണം. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അത് നിങ്ങൾ കാത്തിരിക്കുകയല്ലേ?
അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയല്ലേ, നിങ്ങൾ തൗബ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്താ നിങ്ങൾ അവന് പുറത്തു കൊടുക്കാത്തത്? ആർക്ക്? അപവാദ പ്രചരണം നടത്തിയ ആൾക്ക് വരെ പുറത്തു കൊടുക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുത്തി. മിസ്ബഹിന് നൽകുന്ന സഹായം ഇനി നൽകില്ല എന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്നും സഹായം ചെയ്തു വന്നു. സഹായം വീണ്ടും നൽകാൻ തയ്യാറായി, ഖുർആന്റെ പടച്ചവന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. മക്കം ഫത്തീനൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. പ്രവാചകന്റെ പ്രിയപ്പെട്ട എളാപ്പ ഹംസാ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു ഉഹദ് യുദ്ധത്തിൽ. ഹിന്ദിന്റെ പ്രേരണയാൽ വഹിഷി ചാട്ടുടി എറിഞ്ഞുകൊണ്ടാണ് ഹംസാ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത്. ആ ഹിന്ദിന്, അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന്റെ പ്രേരണയാൽ ഹംസാ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്ന വഹിഷി ഇസ്ലാം മതം സ്വീകരിച്ചു. ആ വഹിഷിക്ക് പ്രവാചകൻ മാപ്പ് കൊടുത്തു, പടച്ചവൻ മാപ്പ് കൊടുത്തു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട എളാപ്പയാണ് കൊന്നു കളഞ്ഞത്. എന്നിട്ട് പോലും പ്രവാചകൻ മാപ്പ് കൊടുത്തു. വഹിഷിക്ക് കൊല്ലാൻ പ്രേരിപ്പിച്ച ഹിന്ദിന് മാപ്പ് കൊടുത്തു. ഉഹുദ് യുദ്ധത്തിൽ സത്യവിശ്വാസികൾ ഒരു മലമുകളിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് മലമുകളിൽ നിന്നിരുന്ന സത്യവിശ്വാസികൾ താഴെ ഇറങ്ങി വന്നു. പ്രവാചകന്റെ കൽപ്പന ലഭിക്കും മുമ്പേ തന്നെ താഴെ ഇറങ്ങി വന്നപ്പോൾ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ മറുഭാഗത്തു കൂടെ ഇരച്ചു കയറി മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ കഠിനമായ രീതിയിൽ അക്രമം ചെയ്തുകൊണ്ടിരുന്നു. അതിലാണ് ഒരുപാട് സഹാബികൾ മരിച്ചുപോയത്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. ആ ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹു അന്ന് ശത്രുപക്ഷത്തായിരുന്നു. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഒരുപാട് സ്വഹാബികളെ കൊന്ന കറയുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വീകരിക്കുകയും പ്രവാചകനൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഇவ்விധത്തിൽ മനസ്സിനെ വിമലീകരിക്കുക എന്നുള്ളതാവണം സത്യവിശ്വാസികൾ ഒന്നാമതായി നിർവഹിക്കേണ്ടത്. മനസ്സിൽ കുടുസായ ചിന്തയും മനസ്സിൽ പൈശാചിക ചിന്തയുമായി കൊണ്ട് നടക്കുന്നവൻ എത്ര ഷഹാദത്ത് ഉച്ചരിച്ചിട്ടും എത്ര മാത്രം അമലുകൾ നിർവഹിക്കുന്നതിനായിട്ടും ഒരു കാര്യമില്ല. അവന്റെ മനസ്സുകൂടി വിപുലീകരിക്കപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. അത്തരത്തിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മെ തന്നെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.